കേരള ക്ഷേത്രവാദ്യകലാ അക്കാദമി കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായി ഉദ്യോഗക്കയറ്റം ലഭിച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഡോക്ടർ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണന് സ്വീകരണവും നൽകലും നടത്തി. ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പുഴ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി കായംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായി ഉദ്യോഗക്കയറ്റം ലഭിച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഡോക്ടർ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണന് സ്വീകരണവും നൽകലും നടത്തി. കായംകുളം മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ മഹാദേവികാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കായംകുളം മേഖലാ സെക്രട്ടറി ഹരിപ്പാട് സ്വാഗതം രേഖപ്പെടുത്തി. ചടങ്ങിന് ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പുഴ ജയകുമാർ നിർവഹിച്ചു. തീർച്ചയായിട്ടും ഈ മേഖലയ്ക്ക് വളരെയേറെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജവം ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ട്. എങ്ങനെയാണേലും കലാപരമായിട്ട് മാത്രമല്ല, അവരുടെ കുട്ടികളുടെ കഴിവ് പോഷിപ്പിക്കാനായാലും ഇപ്പോൾ ഇവിടെ തന്നെ പങ്കെടുത്ത കുട്ടികളിൽ സോപാന സംഗീതവും കഥകളി സംഗീതവും കഥകളി ചെണ്ട മദ്ദളം അതിലൊക്കെ അഗ്രഗണ്യരായിട്ടുള്ള കുട്ടികളാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഈ സംഘടനയിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ കലാകാരന്മാരിലൂടെ മുന്നോട്ട് വരാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ നമ്മളിന്നിവിടെ പഠനോപകരണ വിതരണം നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത് ഉള്ള പരിപാടിയാണ് നടത്തിയത്. ഈ കലാകാരന്മാരുടെ കുട്ടികൾ കാരണം നമ്മൾ ഏകദേശം ഒരു 3-4 മാസം ഇല്ലെങ്കിൽ 5 മാസക്കാലത്തോളം മാത്രമേ ഈ കലാകാരന്മാർക്ക് പ്രോഗ്രാം ക്ഷേത്രങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലായിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു 7 മാസത്തോളം വളരെ എന്താ പറയണ്ടേ, അവരുടെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പഠനോപകരണ വിതരണം സംഘടനയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ല വളരെ തീർച്ചയായിട്ടും നല്ല അഭിമാനകരമായ ഒരു നിമിഷമാണിത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ പ്രഭാഷ് പാലാഴി പഠനോപകരണ വിതരണം നടത്തി. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് 10-20 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ആയതുകൊണ്ടറിയാം, വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധത്തിന് അല്ലെങ്കിൽ ആ മൂല്യച്യുതി സംഭവിച്ചു. നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെ അധ്യാപകരുമായിട്ടുള്ള നമ്മുടെ ആശയവിനിമയം അല്ലേ, അധ്യാപകനോടൊരു കാര്യം ചോദിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളായിരുന്നു നമ്മൾ പഠിച്ചിരുന്ന സമയത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനല്ല. ഇന്ന് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ സുഹൃത്തിനെ പോലെയുള്ള അധ്യാപകനായി മാറി. കാരണം ആ രീതിയിലായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. അപ്പൊ കുട്ടികളെ എത്രത്തോളം നമ്മൾ പരിഗണിക്കപ്പെടുന്നുവോ അത് ഏറ്റവും വലിയ കാര്യമാണ്. കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള കാര്യം നല്ലൊരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാക്കുക. നമ്മൾ ഈ വാർത്തകൾ വായിക്കുന്നു, കഞ്ചാവിൻ്റെ പുറകിന് പോയി അല്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻ്റായി ആ കുട്ടികളെ എല്ലാം തെറ്റു പറയുമ്പോൾ ആ കുട്ടികൾ തെറ്റായി മാറാൻ ഇടയാകാനുള്ള കാരണക്കാർ രക്ഷിതാക്കൾ തന്നെയാണ്. 80% കാരണക്കാർ രക്ഷകർത്താക്കൾ തന്നെയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തായമ്പകയിൽ എ ഗ്രേഡ് നേടിയ മാസ്റ്റർ അർജുൻ, കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് നേടിയ ശ്രീദ ശ്രീകാന്ത്, USS സ്കോളർഷിപ്പ് നേടിയ ശ്രേയ ശ്രീകുമാർ, മാസ്റ്റർ M ആദർശ് പിള്ള എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ കീരിക്കാട് പുരുഷോത്തമ പണിക്കർ, ഏവൂർ മധു, ഡോക്ടർ മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ, ഏവൂർ മുരളീധരൻ, സുഭാഷ് ചേപ്പാട്, രൂപേഷ് കാക്കനാട് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രതീഷ് പുല്ലുകുളങ്ങര, വേണുഗോപാൽ, ഹരിപ്പാട്, സുഭാഷ് ദിവാകരൻ പെരുമ്പള്ളി, അഭിലാഷ് വാത്തുകുളങ്ങര, കരുവാറ്റ വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ബിപിൻ കീരിക്കാട് കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ് കായംകുളം.